കോഴിക്കോട് സൗത്ത് ബീച്ചിലേക്കാണ്. കോഴിക്കോട് നടന്നത് കള്ളക്കടൽ പ്രതിഭാസമാണ്. കേരള തീരത്ത് പലയിടങ്ങളിൽ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു. രാത്രി കടലാക്രമണത്തിന് സാധ്യതയെന്നാണ് ഒരു മുന്നറിയിപ്പുള്ളത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ആദ്യം കടൽ ശാന്തമായി, പിന്നീട് ഇത് തിരമാലകൾ ശക്തിയോടെ ആഞ്ഞടിക്കുമെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അനശ്വര, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോഴും നിൽക്കുന്നത് ഈ കോഴിക്കോട്ടെ സൗത്ത് ബീച്ച് ഭാഗത്താണ് ഞാൻ ഉള്ളത്. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആളുകൾ ഇവിടെ ഈ സംഗതി അറിഞ്ഞ് ഇത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്തി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ മാറി താമസിക്കണം. അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങൾ, ബോട്ടുകളൊക്കെ കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകൾ, കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് ആ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കോഴിക്കോട്ടെ ഈ പ്രതിഭാസത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാകാറുണ്ട്. നേരത്തെ കാപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് തിരിച്ചു വരാറുമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നിന്ന് നോക്കുന്ന സമയത്ത് കടൽ അങ്ങനെ തിരമാല വലിയ രീതിയിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ചെറിയ കുറേയൊക്കെ വലിയ തിരകളൊക്കെ വരുന്ന സമയത്ത് കാണാനും കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഇത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള തിരകളും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതങ്ങനെ കുറെ സമയമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. നമുക്കൊന്ന് രണ്ട് പ്രതികരണങ്ങൾ കൂടെ നോക്കാമെന്ന് തോന്നുന്നു. കുറെ സമയമായിട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. അറിഞ്ഞിട്ട് വന്നത് കണ്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാ ഞങ്ങൾ ഇവിടെ. ചില ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാന്നായിരിക്കുന്നത്. എത്ര വല്ല ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. ചേട്ടാ, അല്ല, ഞാൻ വന്നിട്ടുള്ളൂ. അറിഞ്ഞിട്ട് വന്നല്ല. കോഴിക്കോടാണോ? നേരത്തെ കണ്ടുണ്ടോ അങ്ങനെ ഒരു പ്രതിഭാസം? കണ്ടിട്ടില്ല. ഇല്ലല്ല, കണ്ടില്ല. ആദ്യമായിട്ടാണ്. ഇംതിയാസ്, എല്ലാവരും കൗതുകത്തോടു കൂടി ഇത് കാണാൻ വന്ന ആളുകളാണ്. പക്ഷേ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് പിന്നീട് ഒരു കടലാക്രമണത്തിന് സാധ്യത കൽപ്പിക്കുന്നുമുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്.